2500 പ്ലസ് ഇത്ര നോക്കിയിട്ടും കണക്ക് ശരിയാവണ്ടല്ലോ. കാൽക്കുലേറ്ററിന് തെറ്റിയതാണോ എന്തോന്നു അളിയാ? അളിയ കുറെ നേരം ആയല്ലേ ഇങ്ങനെ സ്വന്തമായിട്ട് സംസാരിക്കണം? കാര്യം എന്തോന്നു? ഇല്ലടാ, കഴിഞ്ഞ മാസത്തെ കണക്ക് നോക്കിയപ്പോഴേ ഒരു 6000 രൂപയുടെ കുറവ്. അത് കണക്കൂട്ടി വെക്കേണ്ട കാര്യം എന്തുവാ? പൈസ വരുമ്പോന്ന് പറഞ്ഞ് ജീവിച്ചാ പോരെ? അതൊക്കെ അങ്ങനെ പറയാം, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അളിയാ ഇത് അളിയ 6000 രൂപയ്ക്ക് അത്രയും വാല്യൂ ഉള്ള എന്തോ ഒരു സാധനം മനസ്സിൽ അളിയ അങ്ങ് മറന്നു. അതാണ് സംഭവം. എടാ അങ്ങനെ അല്ലടാ, 500 രൂപയുടെ മേളിലുള്ള ഒരു സാധനം ഞാൻ മറക്കാറില്ല. പിന്നെ നിനക്ക് അറിഞ്ഞൂടെ അത്? ശരിയാണ്. ഇത് നീ ലവളങ്ങനെ എടുത്താന്നോ? ഏത് ലെവള്? എന്റെ ഭാര്യ ആശ. എന്നാ പിന്നെ ചേച്ചി ആയിരിക്കും കേട്ടാ. കാര്യം ഈ ചേച്ചി ബൈക്കിൽ ഇടയ്ക്കിടെ കടയിൽ പോകാറുണ്ടല്ലോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ അതായിരിക്കും. ആ കണക്കൊക്കെ എന്നെ ഏൽപ്പിക്കാറുണ്ട്. ഇതെന്തോ വലിയ കണക്ക് മിസ്സിംഗ് ആണ്. ചേട്ടൻ എന്തിനാട്ടാ എല്ലാം ചേട്ടത്തെ തല വെക്കാൻ നോക്കുന്നേ? ആര് തല വെച്ച്? ചിലപ്പോ മറന്നു പോയതായിരിക്കും. പറയാൻ അങ്ങനെ ഡൗട്ട് പറഞ്ഞല്ലേ ഉള്ളൂ. ഓ എന്താ ചേട്ടന് മറന്നു പോയതായിക്കൂടെ? എനിക്ക് മറക്കൂല, എനിക്ക് ഉറപ്പല്ല. എന്നാ ചേട്ടത്തി മറന്നിട്ടില്ല, എനിക്ക് നല്ല ഉറപ്പാ. ആ ചേട്ടത്തെ എങ്ങനെ മറക്കുന്ന ചെറിയൊന്നുമല്ല, എനിക്ക് ചേട്ടത്തിന്റെ മനസ്സ് നന്നായിട്ട് അറിയാം. മിക്കവാറും അവളെ എടുത്ത് അവളെ അച്ഛനും കൊടുത്താണ്. അതാകുമ്പോ എന്റെ അടുത്ത് പറയാൻ പറ്റുമല്ലോ, ഞാൻ വല്ലതും പറയില്ലേ. എങ്കിൽ പിന്നെ അങ്ങനെ ആയിരിക്കും. അത് അങ്ങനെ ആണെങ്കിലേ അത് അളിയന്റെ കുഴപ്പമുള്ളൂ. എന്റെ കുഴപ്പമോ? പിന്നെ അല്ല ഇതൊന്നും അച്ഛന് പൈസ കൊടുക്കാൻ ഇനി മോട്ടിക്കേണ്ട ഗതിയുടെ ആര്? അളിയാ അങ്ങനെ അങ്ങോട്ട് ചോദിക്കളിയാ. ഒരു പ്രാവശ്യം സ്വർണ്ണമോതിരം മേടിക്കാനും മസാജ് ചെയ്യുന്ന കസേര വാങ്ങിക്കാനും പൈസ കൊടുത്തു പറഞ്ഞാൽ ആ മനുഷ്യൻ ചേട്ടൻ അമ്മായിപ്പനല്ലാതാവൂ. ഓ അങ്ങനെ. എടാ തുരുമ്പ് ചെറുക്ക, നീ കല്യാണം കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കാണണം. നിന്റെ അമ്മായിപ്പനെ വാരി കോരി കൊടുക്കണം. ഞാൻ കാണിക്കാം, ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്റെ അമ്മായിപ്പനെ പാമ്പർ ചെയ്യും. പാമ്പും കടിക്കും ചേരയും കടിക്കും. എന്നിട്ട് പുള്ളിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നതല്ല ഞാൻ വാങ്ങിച്ചും കൊടുക്കും. പൈസ അങ്ങേര് കൊടുക്കും. ആര് കൊടുത്താലും എന്ത് കാര്യം നടന്നാ പോരെ? അയ്യോ കഷ്ടം തന്നെടാ അറിയാ. കഷ്ടം തന്നെ, കഷ്ടം തന്നെ. കാര്യം നടന്നാ പോരെ? കാര്യം നടന്നാ മതി. കാര്യം നടന്നാ മതി. അത് തന്നെ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും ചോദിക്കുന്നുണ്ട്. പോയി അങ്ങോട്ട് ഞാൻ ചോദിക്കും. എല്ലാം ചേട്ടത്തിന്റെ മണ്ടയിലങ്ങ് തട്ടി അങ്ങ് വെച്ചോണം. കണക്ക് കൂട്ടിയെന്ന് ഇങ്ങനെ പൈസയും പോയി നിന്റെ പഴിയും കേൾക്കണം. ചുമ്മാ താളിയാ വെറുതെ തള്ളു. ഇത് ചുമ്മാ കുത്തിരുന്ന് എഴുതുന്ന രാവിലെ. എന്താടാ 6000 രൂപയാണ് പോയത്? 6000 രൂപ പോയി? എവിടെ പോയി? 6000 കണക്കാണിയിരുന്ന ഞങ്ങൾ എന്താ കണക്കാണിയിരുന്ന കണക്കാണെന്ന് കാണിച്ചു തന്നാ കണക്ക് നിന്നെ കാണിച്ചാൽ നിനക്ക് വല്ല മനസ്സിലാവോ? എനിക്ക് മനസ്സിലാവില്ല, എനിക്ക് അറിയാനൊക്കെ പറ്റും. എന്തോന്ന് അറിയാൻ പറ്റും? ഞാൻ നോക്കിയിരിക്കായിരുന്നു. അതെ, കൊറേ നാളായില്ലേ എന്റെ വീട്ടിൽ പോയിട്ട്. നമുക്കൊന്ന് വീട്ടിൽ പോയാലോ? മറ്റന്നാ പോയല്ല? ആണോ? അതെ, ഒന്ന് പോരെ? മതി മതി, പോയാ മതി. നല്ല മൂഡിലാണല്ലേ? എന്താ തരത്തില്ല, ഈ ഇട കുറച്ച് ദിവസമായിട്ടൊരു സമാധാനം സന്തോഷമൊക്കെ ഉണ്ടല്ലേ? ഇത്ര സന്തോഷം കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും വാങ്ങിച്ചായിരുന്നോ? വാങ്ങിക്കാനോ? എന്ത്? അല്ല, എന്തെങ്കിലും വാങ്ങിച്ചായിരുന്നാന്ന് സന്തോഷം കിട്ടും ഇല്ലേ? ഈ കുറച്ചുകൂടെ പുറകോട്ട് ചിന്തിച്ചാലേ, കുറച്ചുകൂടെ പുറകോട്ട് പോയാലേ കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് എന്തെങ്കിലും വാങ്ങിച്ചായിരുന്നോ? എന്ത് വാങ്ങിക്കാൻ? ഞാൻ ഈയിടെ ഒന്നും മേടിച്ചില്ല. എന്താ അങ്ങനെ ചോദിച്ചാ? അല്ല, ഈ കഴിഞ്ഞ മാസത്തെ കണക്ക് നോക്കിയപ്പോഴേ ഒരു 6000 രൂപയുടെ കുറവ്. അപ്പൊ അതെങ്ങനെ, ഞാൻ എന്തെങ്കിലും മറന്നായിരിക്കും. നിങ്ങൾ മറന്നാ എന്നോട് ചോദിക്കുന്നേ? ഇതുള്ള അതെങ്ങനെ ഓർത്ത് നോക്കിയപ്പോഴേ അങ്ങനെ ഒന്നും മറന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്തെന്നും മറന്നായിട്ട് ഓർമ്മയില്ലെന്നോ? മറന്നാ പിന്നെ ഓർമ്മ ആണോ ഇവിടെ? എന്തോന്ന്? അല്ല, 6000 രൂപ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് എടുത്തായിട്ട് നിനക്ക് ഓർമ്മയുണ്ടോ? പക്ഷെ ഞാനൊന്നിനും എടുത്തില്ലെന്ന്. ഞാൻ ചെലവാക്കിയെല്ലാം കൃത്യമായിട്ട് ഞാൻ കണക്ക് തന്നിട്ടില്ലേ? പിന്നെ എന്നാ? അല്ല, ഇപ്പൊ ഈ സ്നേഹത്തിന്റെ പുറത്ത് ആർക്കെങ്കിലും കൊടുത്തതോ കടം കൊടുത്തതോ അങ്ങനെ എന്തെങ്കിലും? ഞാൻ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല. നിങ്ങക്ക് ഇത്രയ്ക്ക് വിശ്വാസമല്ലേ എന്നെ? വിശ്വാസമാണ്. അതല്ല, പിന്നെ ഇത് എവിടെ പോയത്? ഇത് അല്ലെങ്കിൽ തന്നെ പൈസ പോകാൻ ഇഷ്ടം പോലെ സാധ്യതയുള്ള വീടല്ലേ ഇത്? അതെന്തോ സാധ്യത? ഇപ്പൊ സുമേഷ് തന്നെ 50-100 ഒക്കെ ആയിട്ട് നിങ്ങളുടെ പേഴ്സിൽ നിന്ന് എടുക്കുന്നതെന്ന് അറിയാന്നല്ലേ? അപ്പൊ ചിലപ്പം ഒരു 60 പ്രാവശ്യം ഈ മാസം 100 രൂപ വെച്ച് എടുത്തു കഴിഞ്ഞാൽ 6000 രൂപയില്ലേ? ഒരു ദിവസം 2 പ്രാവശ്യം 100 രൂപ എടുക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കൂലേ? എന്നാ പിന്നെ ശിവൻ വല്ലോ 6000 രൂപ ഒന്നിച്ചങ്ങ് എടുത്തായിരിക്കും. നിങ്ങൾ പറഞ്ഞില്ലേ അവൻ എന്തോ ഈ എടുക്കുന്ന അസുഖം ഉണ്ട്. എന്ത് മാനിയ? ക്ലെപ്റ്റോമാനിയ. അല്ലെങ്കിൽ ചിലപ്പോ അച്ഛനായിരിക്കും. നിങ്ങളുടെ ATM ഇവിടുത്തെ പൊതുസ്വത്താണല്ലോ. നീ അല്ലെങ്കിൽ നീ അല്ലാന്ന് പറഞ്ഞാൽ മതി. ഞാനിങ്ങനെ ജസ്റ്റ് ഓരോ സാധ്യതകൾ പറഞ്ഞു. സാധ്യതകൾ പറയണ്ട. പക്ഷെ ഇത് എവിടെ പോയത്? അതല്ല, ഞാനേ ചിലപ്പോ അറിയാതെ എങ്ങനെ ഇതിന്റെ അകത്ത് എങ്ങനെ വീണോന്നൊന്ന് നോക്കാൻ വേണ്ടിട്ട് ഷർട്ട് ഇങ്ങനെ ഇട്ടപ്പോഴേ പോക്കറ്റിൽ അങ്ങനെ കിടന്നോന്നേ. നീ അതിന്റെ കബോർഡിന്റെ അകത്ത് അങ്ങനെ നോക്കിയാണ് നിന്റെ സാരിയുടെ ഇടയല്ലോ അവിടെ ഇതിന്റെ നനയ്ക്കാനുള്ള തുണിയാന്ന്.
നനയ്ക്കാനുള്ള തുണിയാണ് എന്നെ എടുത്തില്ല. ഞാൻ ഇട്ടോളാം. നിങ്ങൾ കണക്ക് കൂട്ടിയപ്പോ തെറ്റിപ്പോയതായിരിക്കും. ഒന്നുകൂടെ പോയി നോക്ക്. ഞാൻ പല പ്രാവശ്യം നോക്കിയെന്നേ. അവിടെ ഇരുന്ന് നോക്കി, ഇവിടെ ഇരുന്ന് നോക്കി. അന്നെ എല്ലാരും കൂടെ വിളിച്ചൊരു സദസ് കൂട്ടിയിട്ട് ചോദിക്കും ആരെങ്കിലും എടുത്താണോ. നീ എടുത്തില്ല.